students, welcome to exam point. അപ്പോൾ നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത് മാത്സിലെ ചാപ്റ്റർ 3 ആണ്. നിങ്ങൾക്ക് ഇവിടെ കാണാം നമ്മുടെ സ്ക്രീനിൽ എന്താണ് ചാപ്റ്ററിന്റെ പേര്? പോളിഗൺസ്. ഓക്കെ, ബഹുഭുജങ്ങൾ അഥവാ പോളിഗൺസ് എന്നാണ് നമ്മുടെ ചാപ്റ്ററിന്റെ പേര്. അപ്പൊ നിങ്ങൾ ട്രയാങ്കിൾസിനെ പറ്റിയും സ്ക്വയേഴ്സിനെ പറ്റിയൊക്കെ പഠിച്ചിട്ടുണ്ട് അല്ലേ? അപ്പൊ ഇവരൊക്കെ ആരാണ്? പോളിഗൺസ് ആണോ ഇവരൊക്കെ? അല്ലെങ്കിൽ എന്താണ് ഈ പോളിഗൺസ്? നമുക്ക് നോക്കിയാലോ, ചാപ്റ്ററിലേക്ക് പോവാം നമുക്ക്. അപ്പൊ പോളിഗൺസിന് 3 പ്രോപ്പർട്ടീസ് ആണ് ഉള്ളത്. ഓക്കെ, അപ്പൊ അതെന്തൊക്കെയാണെന്ന് നമുക്കൊന്ന് നോക്കാം. ഫസ്റ്റ് വൺ പറയുന്നത് ഇങ്ങനെയാണ്: ഒരു ഫിഗർ പോളിഗൺ ആവണമെങ്കിൽ അത് ക്ലോസ്ഡ് ആയിരിക്കണം. അതായത് അതിന്റെ അകത്തേക്ക് നമ്മൾ കയറി കഴിഞ്ഞാൽ പിന്നെ പുറത്തിറങ്ങാനായിട്ട് ഒരു വഴിയും പാടില്ല. ഇപ്പോ ഫോർ എക്സാമ്പിൾ മിസ് ഇവിടെ ട്രയാങ്കിൾ എടുക്കുവാണ്. ഇപ്പൊ ട്രയാങ്കിളിന്റെ അകത്തേക്ക് കയറി കഴിഞ്ഞ് കഴിഞ്ഞാൽ പുറത്തേക്ക് ഇറങ്ങാൻ എന്തെങ്കിലും ഒരു വഴിയുണ്ടോ? എവിടെയെങ്കിലും ഓപ്പണിംഗ് ഉണ്ടോ? ഇല്ല അല്ലെ, ഫുൾ ക്ലോസ്ഡ് ആണ്. അപ്പോൾ അങ്ങനെ ഒരു ക്ലോസ്ഡ് ആയിട്ടുള്ള ഫിഗർ ആയിരിക്കും പോളിഗൺ എന്ന് പറയുന്നത്. സെക്കൻഡ് വൺ പറയുന്നത് ഇങ്ങനെയാണ്: ഒരു പോളിഗണിന്റെ എല്ലാ സൈഡ്സും സ്ട്രെയിറ്റ് ലൈൻസ് ആയിരിക്കും. ഓക്കെ. തേർഡ് വൺ പറയുന്നത് ഇങ്ങനെയാണ്: ഒരു സൈഡിനെ ക്രോസ് ചെയ്തുകൊണ്ട് മറ്റൊരു സൈഡ് പോകാൻ പാടില്ല. അപ്പൊ ഈ 3 കാര്യങ്ങൾ സാറ്റിസ്ഫൈ ചെയ്യുവാണ് എങ്കിൽ ആ ഫിഗറിനെ നമുക്ക് എന്ത് വിളിക്കാം? പോളിഗൺ എന്ന് വിളിക്കാം. ഇപ്പൊ മിസ് ഇവിടെ സർക്കിൾ എടുക്കുവാണ്. ഈ സർക്കിൾ ഒരു പോളിഗൺ ആണോ? നമുക്കൊന്ന് നോക്കാം. ഇപ്പൊ ഫസ്റ്റ് എന്താണ് നോക്കേണ്ടത്? ഒരു പോളിഗൺ ഒരു ക്ലോസ്ഡ് ഫിഗർ ആയിരിക്കും അല്ലെ? അപ്പൊ ക്ലോസ്ഡ് ആണോ? ക്ലോസ്ഡ് ആണ് അല്ലെ? സർക്കിൾ എന്ന് പറയുന്നത് ക്ലോസ്ഡ് ആയിട്ടുള്ള ഒരു ഫിഗർ ആണ്. സെക്കൻഡ് വൺ എന്താ നമ്മൾ നോക്കണ്ടേ? അതിന്റെ സൈഡ്സ് എല്ലാം സ്ട്രെയിറ്റ് ലൈൻസ് ആണോ എന്ന് നോക്കണം. ഇപ്പൊ ഇവിടെ സൈഡ്സ് സ്ട്രെയിറ്റ് ലൈൻ ആണോ സർക്കിളിന്റെ? അല്ല അല്ലെ? നമുക്ക് എന്ത് പറയാം? സർക്കിൾ എന്ന് പറയുന്നത് ഒരു പോളിഗൺ അല്ല എന്ന് നമുക്ക് പറയാം. ഇനി മിസ് വേറൊരു ഫിഗർ എടുക്കാണ്. ഇപ്പൊ ഇവിടെ നോക്കിക്കേ, ഇങ്ങനെ ഒരു ഫിഗർ എടുത്തു. ഈ ഫിഗറിൽ എന്തൊക്കെ കാണാം നമുക്ക്? ക്ലോസ്ഡ് ആയിട്ടുള്ള ഫിഗർ ആണ് അല്ലെ? ഇതിന്റെ അകത്ത് കയറി കഴിഞ്ഞാൽ പുറത്തേക്ക് ഇറങ്ങാനായിട്ട് വേറെ വഴികളൊന്നുമില്ല, ഓപ്പണിംഗ് ഒന്നുമില്ല. അപ്പൊ ഇതൊരു ക്ലോസ്ഡ് ആയിട്ടുള്ള ഫിഗർ ആണ്. ഓക്കെ, അപ്പൊ ഫസ്റ്റ് കാര്യം അത് ഓക്കെ ആണ്. സെക്കൻഡ് വൺ എന്താ നമ്മൾ നോക്കണ്ടേ? സൈഡ്സ് എന്ന് പറയുന്നത് എന്തായിരിക്കണം? സ്ട്രെയിറ്റ് ലൈൻസ് ആയിരിക്കണം. ഇവിടെ നോക്കിക്കേ, സൈഡ്സ് എന്ന് പറയുന്നത് സ്ട്രെയിറ്റ് ലൈൻസ് അല്ലേ? ആണ്. അപ്പൊ സെക്കൻഡ് പ്രോപ്പർട്ടിയും സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ട്. ഇനി തേർഡ് വൺ എന്താ പറയുന്നേ? ഒരു സൈഡിനെ ക്രോസ് ചെയ്തുകൊണ്ട് മറ്റൊരു സൈഡ് പോകാൻ പാടില്ല. അപ്പൊ ഇവിടെ നോക്കിക്കേ, ഇവിടെ എന്താ സംഭവിക്കുന്നേ? സൈഡ്സ് തമ്മിൽ ക്രോസ് ചെയ്യുന്നുണ്ട്. സോ നമുക്ക് എന്ത് പറയാം? ഇതൊരു പോളിഗൺ അല്ല എന്ന് നമുക്ക് പറയാം. ഇനി ഇങ്ങനെ ഒരു ഫിഗർ എടുക്കുവാണ്. ഈ ഫിഗർ നോക്കിക്കേ, ഇവിടെ ക്ലോസ്ഡ് ആയിട്ടുള്ള ഒരു ഫിഗർ ആണ് ഇതല്ലേ? അതുപോലെ തന്നെ സൈഡ്സ് ഒക്കെ സ്ട്രെയിറ്റ് ലൈൻസ് ആണ്. അതോടൊപ്പം തന്നെ സൈഡ്സ് ഒന്നും എന്ത് ചെയ്യുന്നില്ല? ക്രോസ് ചെയ്ത് പോകുന്നില്ല. സോ നമുക്ക് എന്ത് പറയാം? ഇതെന്ന് പറയുന്നത് ഒരു പോളിഗൺ ആണ്. ആൻഡ് ഇറ്റ് ഹാവ് 4 സൈഡ്സ് അല്ലെ? 1 2 3 4 അല്ലെ? 4 സൈഡ്സ് ഉള്ള ഒരു പോളിഗൺ ആണ് ഇത് എന്ന് നമുക്ക് പറയാം. ഓക്കെ, അപ്പൊ പോളിഗൺ എന്ന് പറയുന്നത് എന്താണ്? 3 കാര്യങ്ങള് സാറ്റിസ്ഫൈ ചെയ്യണം. എന്തൊക്കെയാണ്? ഫസ്റ്റ് വൺ നമ്മൾ പറഞ്ഞത് ക്ലോസ്ഡ് ഫിഗർ ആയിരിക്കണം. സെക്കൻഡ് വൺ പറയുന്നത് എന്താണ്? സൈഡ്സ് എല്ലാം സ്ട്രെയിറ്റ് ലൈൻസ് ആയിരിക്കണം. തേർഡ് വൺ എന്ന് പറയുന്നത് എന്താ? സൈഡ്സ് ഒന്നും ക്രോസ് ചെയ്യാൻ പാടില്ല. ഓക്കെ, അപ്പോ ഇനി മിസ് ചോദിക്കാൻ പോകുന്നത്, 2 സ്ട്രെയിറ്റ് ലൈൻസ് നമുക്ക് തരുവാണെങ്കിൽ ഒരു പോളിഗൺ ഉണ്ടാക്കാൻ പറ്റുമോ എന്നാണ് മിസ്സിന്റെ ചോദ്യം. 2 സ്ട്രെയിറ്റ് ലൈൻസ് നമ്മുടെ കയ്യിലുണ്ട്. ഓക്കെ, ഇങ്ങനെ 2 സ്ട്രെയിറ്റ് ലൈൻസ് യൂസ് ചെയ്തുകൊണ്ട് ഒരു പോളിഗൺ ഉണ്ടാക്കാൻ പറ്റുമോ? പറ്റുമോ? ഇങ്ങനെയാണ് നമ്മൾ പറഞ്ഞു, പോളിഗൺ ആവണമെങ്കിൽ അതെന്തായിരിക്കണം? ക്ലോസ്ഡ് ആയിട്ടുള്ള ഫിഗർ ആയിരിക്കണം. ഈ സ്ട്രെയിറ്റ് ലൈൻസിന് നമ്മൾ എങ്ങനെയൊക്കെ വെച്ച് കഴിഞ്ഞാൽ എന്തായിരിക്കും കിട്ടുന്നത്? ഓപ്പൺ ആയിട്ടുള്ള ഫിഗർ ആയിരിക്കും കിട്ടുന്നത് അല്ലെ? ക്ലോസ്ഡ് ആയിട്ടുള്ള ഒരു ഫിഗർ നമുക്ക് കിട്ടില്ല. ഓക്കെ, ഇനി മിസ് 3 സ്ട്രെയിറ്റ് ലൈൻസ് തരുവാണെന്ന് വിചാരിക്കാം. 3 ലൈൻസ് നമ്മുടെ കയ്യിലുണ്ട്. അങ്ങനെയാണെങ്കിൽ ഒരു പോളിഗൺ ഉണ്ടാക്കാൻ പറ്റുമോ? നമുക്ക് നോക്കാം. ഈ 3 ലൈൻസിന് മിസ് ഒരു ലൈൻ ഇങ്ങനെ വെച്ചു, ഒരു ലൈൻ ഇങ്ങനെ വെച്ചു, ഒരു ലൈൻ ഇങ്ങനെ വെച്ചു. അപ്പൊ നമുക്ക് എന്ത് കിട്ടി? ഒരു ക്ലോസ്ഡ് ആയിട്ടുള്ള ഫിഗർ കിട്ടി അല്ലെ? അതോടൊപ്പം തന്നെ സൈഡ്സ് സ്ട്രെയിറ്റ് ലൈൻസ് ആണ്. പിന്നെ എന്താ പ്രത്യേകത? സൈഡ്സ് ഒന്നും ക്രോസ് ചെയ്യുന്നില്ല. അപ്പൊ നമുക്ക് എന്ത് കിട്ടി? ഒരു പോളിഗൺ കിട്ടി. അപ്പോ ഇതിൽ നിന്ന് എന്താ മനസ്സിലാക്കാൻ പറ്റുന്നേ? ഒരു പോളിഗൺ നമുക്ക് ഉണ്ടാക്കണമെങ്കിൽ മിനിമം നമ്മുടെ കയ്യിൽ എന്ത് വേണം? 3 സ്ട്രെയിറ്റ് ലൈൻസ് എങ്കിലും വേണം. അങ്ങനെ 3 സ്ട്രെയിറ്റ് ലൈൻസ് യൂസ് ചെയ്തുകൊണ്ട് നമ്മൾ ഉണ്ടാക്കുന്ന പോളിഗൺ ആണ്, ബഹുഭുജമാണ് ആര്? നമ്മുടെ ത്രികോണം അഥവാ ട്രയാങ്കിൾ എന്ന് പറയുന്ന ആള്. അപ്പൊ നമുക്ക് എന്ത് പറയാം? ഏറ്റവും ചെറിയ പോളിഗൺ എന്ന് പറയുന്നത് നമ്മുടെ ട്രയാങ്കിൾ ആണ് എന്ന് പറയാം. ഓക്കെ, ഇത് ക്ലിയർ അല്ലേ? അപ്പൊ ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് ഈ പോളിഗൺസിന്റെ നമ്പർ ഓഫ് സൈഡ്സും നമ്പർ ഓഫ് വേർട്ടിസസും നമ്പർ ഓഫ് ആംഗിൾസ് ഒക്കെ എങ്ങനെയാണ് എന്നാണ് നോക്കാൻ പോകുന്നത്. അപ്പൊ ആദ്യത്തെ ഫിഗർ നോക്കിക്കേ. ആദ്യത്തെ ഫിഗർ ഒരു പോളിഗൺ ആണ്. ആ പോളിഗണിന് എത്ര സൈഡ് ഉണ്ട് നോക്കിക്കേ?
1 2 3 4 അല്ലെ, 4 സൈഡുള്ള ഒരു പോളിഗൺ ആണ് നമ്മുടെ ആദ്യത്തെ പോളിഗൺ. ഓക്കെ, അപ്പോ ഫസ്റ്റ് പോളിഗൺ ആണ് എടുക്കുന്നത്. ഇതിന് എത്ര സൈഡ് ഉണ്ട്? 4 സൈഡ് ആണുള്ളത്. സോ നമ്പർ ഓഫ് സൈഡ്സ് ഈസ് 4. ഇനി നമ്പർ ഓഫ് വേർട്ടിസസ് എത്ര എണ്ണം ഉണ്ട്? അതായത് എത്ര മൂലകളുണ്ട്. ഓക്കെ, എത്ര എണ്ണം ഉള്ളത്? ഇവിടെ നമ്മൾ ആദ്യമേ കൊടുത്തിട്ടുണ്ട് എത്ര ഡോട്ട്സ് യോജിപ്പിച്ചിട്ടാണ് നമുക്ക് ഈ ഫിഗർ കിട്ടുന്നതെന്ന് ആദ്യം തന്നെ പറഞ്ഞിട്ടുണ്ട്. നമുക്ക് ഈ ഫിഗറിൽ തന്നെ കാണാൻ പറ്റും. എങ്ങനെയാണ് നോക്കിക്കേ, എത്ര വേർട്ടിസസ് അവിടെ വരുന്നുണ്ട്? 1 2 3 4 അല്ലെ, 4 വേർട്ടിസസ് അവിടെ വരുന്നുണ്ട്. അതുപോലെ നമ്പർ ഓഫ് ആംഗിൾസിനെ പറ്റി എന്ത് പറയാം? നോക്കിക്ക്, ഇവിടെ ഒരു ആംഗിൾ വരുന്നുണ്ട്, ഇവിടെ ഒരു ആംഗിൾ ഉണ്ട്, ഇവിടെയും ഒരു ആംഗിൾ ഉണ്ട്, ഇവിടെയും ഒരു ആംഗിൾ ഉണ്ട്. ഓക്കെ, 1 2 3 4. ഓക്കെ, 4 ആംഗിൾസും ഇവിടെ വരുന്നുണ്ട്. ഓക്കെ, അപ്പൊ നമ്പർ ഓഫ് സൈഡ് എന്ന് പറയുന്നത് 4 ആണ്, നമ്പർ ഓഫ് വേർട്ടിസസ് എന്ന് പറയുന്നതും 4 ആണ്, നമ്പർ ഓഫ് ആംഗിൾസ് എന്ന് പറയുന്നതും 4 ആണ്. 4 സൈഡുള്ള പോളിഗണെ നമ്മൾ വിളിക്കുന്ന പേരെന്തായിരുന്നു? ക്വാഡ്രിലാറ്ററൽ അഥവാ ചതുർഭുജം. ഓക്കെ, ഇനി സെക്കൻഡ് വൺ നോക്കിക്കേ, എത്ര സൈഡാണ് ഇതിനുള്ളത്? 1 2 3 4 5 അല്ലെ. ഈ ഒരു പോളിഗണിന്റെ നമ്പർ ഓഫ് സൈഡ് എന്ന് പറയുന്നത് എത്രയാണ്? 5 ആണ്. നമ്പർ ഓഫ് വേർട്ടിസസ്, എത്ര മൂലകളാണ് അതിനുള്ളത്? 1 2 3 4 5. ഓക്കെ, അപ്പൊ നമ്പർ ഓഫ് വേർട്ടിസസ് എന്ന് പറയുന്നത് എത്രയാണ്? 5 ആണ്. അതുപോലെ നമ്പർ ഓഫ് ആംഗിൾസ് എത്ര ഉണ്ട് നോക്കിക്കേ, ഇവിടെ ഒരു ആംഗിൾ ഉണ്ട്, 1 2 3 4 5. ഓക്കെ, അപ്പൊ 5 ആംഗിൾസും അതിനുണ്ട് എന്ന് നമുക്ക് കിട്ടി. അതുപോലെ നെക്സ്റ്റ് വൺ നമ്മൾ എടുക്കുവാണെങ്കിലും അവിടെ എത്ര സൈഡ്സ് ആ വരുന്നത് നോക്കിക്കേ, 6 സൈഡുകൾ വരുന്നുണ്ട് അല്ലെ, 6 സൈഡുകൾ വരുന്നുണ്ട്. അതുപോലെ തന്നെ 6 വേർട്ടിസസും ഇവിടെ വരുന്നുണ്ട്. ഓക്കെ, അതുപോലെ 6 ആംഗിൾസും വരുന്നുണ്ട്. ഓക്കെ, ഇപ്പൊ നമ്പർ ഓഫ് സൈഡ്സ് 6 ആണ്, നമ്പർ ഓഫ് വേർട്ടിസസ് 6 ആണ്, നമ്പർ ഓഫ് ആംഗിൾസും 6 ആണ്. ഓക്കെ, അതുപോലെ 7 സൈഡ് ഉള്ളതിന്റെ നമുക്ക് കാണാൻ പറ്റും നമ്പർ ഓഫ് വേർട്ടിസസും നമ്പർ ഓഫ് ആംഗിൾസും. ഇത് എന്തിനാ കാണിച്ചിരിക്കുന്നതെന്ന് വെച്ചാല്, ഓക്കെ, അതായത് ഒരു പോളിഗണ് എത്ര സൈഡ് ഉണ്ടോ അത്ര തന്നെ ആംഗിൾസ് ഉണ്ടാവും. അതാണ് നിങ്ങൾ ഇവിടെ നിന്നും മനസ്സിലാക്കേണ്ടത്. ഓക്കെ, അപ്പൊ നമ്പർ ഓഫ് ആംഗിൾസ് എന്ന് പറയുന്നതും നമ്പർ ഓഫ് സൈഡ്സ് എന്ന് പറയുന്നത് എപ്പോഴും എന്തായിരിക്കും? സെയിം ആയിരിക്കും. അങ്ങനെയാണെങ്കിൽ n സൈഡ് ഉള്ള, ഓക്കെ, n സൈഡ്സ് ഉള്ള ഒരു പോളിഗൺ നമ്മൾ എടുക്കുവാണെങ്കിൽ അതിന് എത്ര ആംഗിൾസ് ഉണ്ടാവും? n ആംഗിൾസ് ഉണ്ടാവും. ഓക്കെ, n ആംഗിൾസ് ഉണ്ടാവും. അതുപോലെ n വേർട്ടിസസും ഉണ്ടാകും. അപ്പൊ നമ്പർ ഓഫ് ആംഗിൾസും നമ്പർ ഓഫ് സൈഡ്സും നമ്പർ ഓഫ് വേർട്ടിസസ് എന്ന് പറയുന്നതും എല്ലാ പോളിഗണിനും എന്തായിരിക്കും? ഈക്വൽ ആയിരിക്കും എന്ന് നമുക്ക് പറയാം. ഓക്കെ, ക്ലിയർ അല്ലേ? അപ്പൊ നമുക്കറിയാം ഒരു ട്രയാങ്കിളിന് 3 സൈഡ്സ് ആണ് ഉള്ളത് അല്ലെ. 3 സൈഡ്സ് ഉള്ള ഒരു പോളിഗൺ ആണ് ട്രയാങ്കിൾ എന്ന് നമുക്കറിയാം. അപ്പൊ 3 സൈഡ്സ് അതിനുണ്ട് എങ്കിൽ 3 ആംഗിൾസും ഉണ്ടാകും അല്ലെ. അപ്പൊ ആംഗിൾസിന് മിസ് പേര് കൊടുത്തു, എ ബി സി. ഇനി ഇതിന്റെ ആംഗിൾസിന്റെ സമ്മിനെ പറ്റി നമുക്കൊരു കാര്യം അറിയാലോ. എന്താണ് ആ കാര്യം? ആംഗിൾ സം പ്രോപ്പർട്ടി അല്ലെ. എന്തായിരുന്നു ആംഗിൾ സം പ്രോപ്പർട്ടിയിൽ പറയുന്നത്? ഒരു ട്രയാങ്കിളിന്റെ, ഒരു ത്രികോണത്തിന്റെ ഉള്ളിലുള്ള എല്ലാ ആംഗിൾസും കൂടി നമ്മൾ ആഡ് ചെയ്യുവാണെങ്കിൽ, ഓക്കെ, ഒരു ട്രയാങ്കിളിന്റെ ആംഗിൾസ് എല്ലാം കൂടി നമ്മൾ ആഡ് ചെയ്യുവാണെങ്കിൽ നമുക്ക് എന്തായിരിക്കും കിട്ടുന്നത്? 180 ഡിഗ്രി ആയിരിക്കും കിട്ടുന്നത്. സം ഓഫ് ദ ആംഗിൾസ് ഓഫ് എ ട്രയാങ്കിൾ ഈസ് 180 ഡിഗ്രി. ഓക്കെ, നമുക്ക് അറിയാവുന്ന കാര്യമാണ്. അത് വെച്ചിട്ട് നമുക്ക് എന്ത് പറയാം? എ പ്ലസ് ബി പ്ലസ് സി എന്ന് പറയുന്നത് എത്രയാണെന്ന് നമുക്ക് പറയാം? 180 ഡിഗ്രി ആണ് എന്ന് നമുക്ക് പറയാം. ഓക്കെ, ഇനി മിസ് ഒരു ക്വാഡ്രിലാറ്ററൽ എടുക്കുവാണ്, അതായത് ഒരു ചതുർഭുജം എന്ന് വെച്ചാൽ എന്താണ്? 4 സൈഡുള്ള ഒരു പോളിഗൺ ആണ് അല്ലെ. 4 സൈഡുള്ള ഒരു പോളിഗൺ മിസ് വരച്ചു. ഈ പോളിഗണ് മിസ് ഒരു ഡയഗണൽ വരക്കുവാണ്. ഡയഗണൽ മീൻസ് എന്താണ്? ഒരു വികർണം അല്ലെ. എന്ന് വെച്ചാല് 2 വേർട്ടിസസിനെ തമ്മിൽ ജോയിൻ ചെയ്യുന്ന ഒരു ലൈനിനെയാണ് നമ്മൾ എന്തെന്ന് വിളിക്കുന്നത്? ഡയഗണൽ എന്ന് വിളിക്കുന്നത്. അപ്പൊ ഒരു ഡയഗണൽ മിസ് വരച്ചു. ഓക്കെ, 2 വേർട്ടിസസിനെ തമ്മിൽ ജോയിൻ ചെയ്യിപ്പിച്ച് ഒരു ലൈൻ വരച്ചു. ഓക്കെ, ഇപ്പൊ നമുക്ക് എന്താ സംഭവിച്ചത്? നമ്മുടെ ഈ ചതുർഭുജം 2 ട്രയാങ്കിൾസ് ആയിട്ട് മാറി അല്ലെ. ഇവിടെ ഒരു ട്രയാങ്കിൾ നിങ്ങൾക്ക് കാണാൻ പറ്റും, ഇവിടെയും ഒരു ട്രയാങ്കിൾ കാണാൻ പറ്റും. അങ്ങനെ 2 ട്രയാങ്കിൾസ് നമുക്ക് കിട്ടി. ഇനി ആംഗിൾസ് ആൻഡ് പ്രോപ്പർട്ടി വഴിയായിട്ട് നമുക്കറിയാം ട്രയാങ്കിൾസിന്റെ ആംഗിൾസിന്റെ സം എന്ന് പറയുന്നത് എത്രയാണ്? 180 ഡിഗ്രി ആണ്. ഓക്കെ, അപ്പോ ഈ ഒരു ട്രയാങ്കിളിന്റെ, ഈ ഫസ്റ്റ് ട്രയാങ്കിളിന്റെ ആംഗിൾസിന്റെ സം എത്രയാണെന്ന് അറിയാം നമുക്ക്? 180 ഡിഗ്രി ആണെന്ന് അറിയാം. അതുപോലെ തന്നെ സെക്കൻഡ് ട്രയാങ്കിളിന്റെയും ആംഗിൾസിന്റെ സം എന്ന് പറയുന്നത് 180 ഡിഗ്രി ആണ്. അപ്പൊ ഇതിന്റെ ടോട്ടൽ, ഈ ഒരു ചതുർഭുജത്തിന്റെ മുഴുവനും നമ്മുടെ ആംഗിൾസിന്റെ സം എന്ന് പറയുന്നത് നമുക്ക് എങ്ങനെ കിട്ടും? 180 പ്ലസ്
180 ചെയ്താൽ മതി അല്ലേ. ഈക്വൽ ടു 360 ഡിഗ്രി. ഓക്കെ, അതായത് ഒരു ക്വാഡ്രിലാറ്ററലിന്റെ ആംഗിൾസിന്റെ സം എന്ന് പറയുന്നത് എത്രയാണ്? 360 ഡിഗ്രി ആണ് എന്ന് കിട്ടി. ഇനി ഇതെങ്ങനെയാണ് നമുക്ക് കിട്ടിയത്? എങ്ങനെയാ കിട്ടിയത്? അതായത് ഒരു ട്രയാങ്കിളിന്റെ കേസിലാണ് നമ്മൾ പറഞ്ഞത് സം ഓഫ് ദ ആംഗിൾ ഈസ് 180 ഡിഗ്രി എന്ന് പറയുന്നത്. ഇവിടെ 2 ട്രയാങ്കിൾസ് ആണ് നമുക്ക് കിട്ടിയത് അല്ലെ. അപ്പൊ അതുകൊണ്ട് നമ്മൾ 2 into 180 ഡിഗ്രി ചെയ്തു അല്ലെ. അപ്പോഴാണ് നമുക്ക് എന്ത് കിട്ടിയേ? ഈ 360 ഡിഗ്രി കിട്ടിയത്. ഓക്കെ, അപ്പോ സം ഓഫ് ദ ആംഗിൾസിന് പോളിഗൺ, ഒരു പോളിഗണിലെ ആംഗിൾസിന്റെ സം കാണാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്താൽ മതി? അതില് എത്ര ട്രയാങ്കിൾസ് ഉണ്ട് എന്ന് നോക്കിയാൽ മതി അല്ലെ. എത്ര ട്രയാങ്കിൾസ് ഉണ്ടോ അതിനെ എന്ത് ചെയ്യാ? 180 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത് കഴിയുമ്പോ നമുക്ക് എന്ത് കിട്ടും? എന്ത് കിട്ടും? ആ ആംഗിൾസിലെ, ആ പോളിഗണിന്റെ എല്ലാ ആംഗിൾസിന്റെയും സം നമുക്ക് കിട്ടും. ഓക്കെ, അപ്പൊ നമുക്കൊരു പോളിഗൺ തന്നിട്ടുണ്ട് എങ്കിൽ അതിൽ എത്ര ട്രയാങ്കിൾസ് ഉണ്ട് എന്ന് നമുക്ക് നോക്കാം. ഓക്കെ, അപ്പോ ഫസ്റ്റ് തന്നിരിക്കുന്ന പോളിഗൺ ആരാണെന്ന് നോക്കിക്കേ. ഒരു ക്വാഡ്രിലാറ്ററൽ ആണ് അല്ലെ. അതില് നമ്പർ ഓഫ് സൈഡ്സ് നമുക്കറിയാം. എത്ര സൈഡ് അതിനുള്ളേ? 1 2 3 4 അല്ലെ. 4 സൈഡ്സ് ആണ് ഉള്ളത്. 4 സൈഡ്സ്, നമ്മൾ നമ്പർ ഓഫ് സൈഡ്സ് 4 ആയിട്ട് എഴുതി. ഇനി ഒരു ഡയഗണൽ നമ്മൾ വരച്ചു. ഓക്കെ, ഒരു ഡയഗണൽ വരച്ചു. ഡയഗണൽ വരച്ചു കഴിഞ്ഞപ്പോ നമുക്ക് എത്ര ട്രയാങ്കിൾസ് ആണ് ഇവിടെ കിട്ടിയത്? നമ്പർ ഓഫ് ട്രയാങ്കിൾസ് എത്രയാണ്? 2 ആണ് എന്ന് കിട്ടി. ഓക്കെ, 2 ട്രയാങ്കിൾസ് ആണ് ഇവിടെ ഉള്ളത്. അപ്പൊ നോക്കിക്കേ, 4 സൈഡ് ഉള്ള ഒരു പോളിഗണിന് നമ്പർ ഓഫ് ട്രയാങ്കിൾ എന്ന് പറയുന്നത് എത്രയാണെന്ന് കിട്ടി? 2 ആണ് എന്ന് കിട്ടി. ഇനി അടുത്തത് നോക്കാം. അടുത്ത ആരാണ്? പെന്റഗൺ ആണ് അല്ലെ. അപ്പൊ പെന്റഗണിൽ നമ്മൾ ഇതുപോലെ തന്നെ ഓപ്പോസിറ്റ് വേർട്ടിസസിനെ തമ്മിൽ ജോയിൻ ചെയ്യിപ്പിച്ച് കഴിയുമ്പോ എത്ര ട്രയാങ്കിൾ കിട്ടുന്നത്? 1 2 3 അല്ലെ. 3 ട്രയാങ്കിൾസ് ഉണ്ട് എന്ന് കിട്ടി. ഓക്കെ, അപ്പൊ അടുത്തത് നോക്കുക. 5 സൈഡ് ഉള്ള ഒരു പോളിഗൺ നമ്മൾ എടുത്തപ്പോ നമുക്ക് എന്താ കിട്ടിയേ? 3 ട്രയാങ്കിൾസ് ആണ് അവിടെ ഉള്ളത് എന്ന് കിട്ടി. ഇനി അടുത്തതും കൂടി ഒന്ന് നോക്കാം. നോക്കിക്കേ, 6 സൈഡ് ഉള്ള ഒരു ഫിഗർ ആണ് നമ്മൾ എടുത്തിരിക്കുന്നത്. ഓക്കെ, 6 സൈഡ് എടുത്തു കഴിഞ്ഞപ്പോ എന്താ സംഭവിച്ചത് നോക്കിക്കേ. ഇവിടെ നമ്മള് വേർട്ടിസസിനെ തമ്മിൽ ജോയിൻ ചെയ്യിപ്പിച്ച് കഴിഞ്ഞപ്പോ 1 2 3 4 ഓക്കെ, 4 ട്രയാങ്കിൾസ് ആണ് നമുക്ക് കിട്ടിയത്. അപ്പോ 6 സൈഡ് എടുത്തു കഴിഞ്ഞപ്പോ 4 ട്രയാങ്കിൾ കിട്ടി. ഇത് തമ്മിലുള്ള റിലേഷൻ നോക്കിക്കേ. 4 സൈഡ് എടുത്തപ്പോ 2 ട്രയാങ്കിൾ കിട്ടി. ഓക്കെ, അതുപോലെ 5 സൈഡ് എടുത്തപ്പോ 3 ട്രയാങ്കിൾ കിട്ടി. അതുപോലെ 6 സൈഡ് എടുത്തപ്പോ 4 ട്രയാങ്കിൾ കിട്ടി. എന്തെങ്കിലും ഒരു റിലേഷൻ ഇവിടെ നിന്ന് കിട്ടുന്നുണ്ടോ? അതായത് സൈഡ് n ആണ് എങ്കിൽ എത്ര ട്രയാങ്കിൾസ് അവിടെ ഉണ്ടാകും നോക്കിക്കേ. 6 എടുത്തപ്പോൾ 4 വന്നു. എങ്ങനെയാ 4 കിട്ടുന്നേ? 6ന്ന് 2 മൈനസ് ചെയ്യുമ്പോഴല്ലേ നമുക്ക് 4 കിട്ടുന്നേ. അതുപോലെ ഈ 5ൽ നിന്നും 3 മൈനസ് ചെയ്യുമ്പോഴല്ലേ നമുക്ക് എന്ത് കിട്ടുന്നേ? സോറി, 5ൽ നിന്നും 2 മൈനസ് ചെയ്യുമ്പോഴാണ് നമുക്ക് എന്ത് കിട്ടുന്നേ? 3 കിട്ടുന്നത്. അതുപോലെ തന്നെ ഈ 4ൽ നിന്നും നമ്മൾ എന്ത് ചെയ്യുമ്പോഴാണ്? 2 മൈനസ് ചെയ്യുമ്പോഴാണ് 2 കിട്ടുന്നത്. ഇവിടെ എല്ലായിടത്തും എന്താ ചെയ്തിരിക്കുന്നത്? നമ്പർ ഓഫ് സൈഡ്സിൽ നിന്നും 2 മൈനസ് ചെയ്യുമ്പോഴാണ് നമുക്ക് എന്ത് കിട്ടുന്നത്? നമ്പർ ഓഫ് ട്രയാങ്കിൾ കിട്ടുന്നത്. ഓക്കെ, അപ്പോ നമ്മുടെ നമ്പർ ഓഫ് സൈഡ്സ് n ആണ് എങ്കിൽ അവിടെ നമ്പർ ഓഫ് ട്രയാങ്കിൾ എന്തായിരിക്കും? n മൈനസ് 2 ആയിരിക്കും. ഒരു n സൈഡ് ഉള്ള പോളികളിൽ എത്ര ട്രയാങ്കിൾ ഉണ്ടാവും? n മൈനസ് 2 ട്രയാങ്കിൾസ് ഉണ്ടാകും. ഓക്കെ, അപ്പോ നമ്മൾ ആദ്യമേ പറഞ്ഞു ഒരു പോളിഗണിലെ സം ഓഫ് ആംഗിൾസ് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്താൽ മതി? അതിൽ എത്ര ട്രയാങ്കിൾസ് ഉണ്ടോ അതിനെ 180 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ മതി. ഓക്കെ, അപ്പൊ ഇവിടെ നമുക്ക് n സൈഡ് ഉള്ള ഒരു പോളിഗൺ ആണെന്ന് വിചാരിക്കുക. അങ്ങനെയാണെങ്കിൽ അവിടെ എത്ര ഉണ്ടാവും നമ്മളിപ്പോ പഠിച്ചേ? n മൈനസ് 2 ട്രയാങ്കിൾസ് ഉണ്ടാകും എന്ന് നമ്മൾ പഠിച്ചു. അങ്ങനെയാണെങ്കിൽ ഈ n സൈഡ് ഉള്ള ഒരു പോളിഗണിന്റെ സം ഓഫ് ആംഗിൾസ് എന്ന് പറയുന്നത് എന്താണ്? നമുക്ക് പറയാം നമ്പർ ഓഫ് ട്രയാങ്കിൾസ് ഇൻറ്റു 180 ആണ് അല്ലെ. നമ്പർ ഓഫ് ട്രയാങ്കിൾസ് എന്ന് പറയുന്നത് n മൈനസ് 2 ആണ്. n മൈനസ് 2 ഇൻറ്റു 180 ഡിഗ്രി എന്ന് നമുക്ക് കിട്ടി. അപ്പൊ ഒരു പോളിഗൺ നമുക്ക് തന്നിട്ടുണ്ട് എങ്കിൽ ഒരു n സൈഡ് ഉള്ള പോളിഗൺ ആണെന്ന് വിചാരിക്കുക. ഒരു n സൈഡ് ഉള്ള പോളിഗൺ നമ്മുടെ കയ്യിലുണ്ട് എങ്കിൽ നമുക്ക് എന്ത് പറയാം? ആ പോളിഗണിലെ സം ഓഫ് ദ ആംഗിൾസ് എന്ന് പറയുന്നത് n മൈനസ് 2 ഇൻറ്റു 180 ഡിഗ്രി ആണ് എന്ന് പറയാം. ഓക്കെ, അപ്പൊ നമ്മുടെ ചാപ്റ്ററിലെ ഫസ്റ്റ് കോൺസെപ്റ്റ് ആണ് നമ്മളിപ്പോ പഠിച്ചത്. എന്താണ് കോൺസെപ്റ്റ്? സം ഓഫ് ദ ആംഗിൾസ് ഓഫ് ആൻ n സൈഡഡ് പോളിഗൺ ഈസ്
n minus 2 into 180 degree. എന്തായിരുന്നു? n സൈഡ് ഉള്ള ഒരു പോളിഗണിന്റെ സം ഓഫ് ദ ആംഗിൾ എന്ന് പറയുന്നത് എന്തായിരിക്കും? n minus 2 into 180 degree ആയിരിക്കും. അപ്പൊ നമുക്ക് കുറച്ച് പോളിഗൺസിന്റെ ആംഗിൾസിന്റെ സം എന്താണ് എന്ന് നമുക്ക് നോക്കാം. അപ്പൊ നമ്മൾ പഠിച്ച ഇക്വേഷൻ വെച്ചിട്ടാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. ഫസ്റ്റ് പോളിഗൺ നമ്മൾ എടുത്തിരിക്കുന്നത് ക്വാഡ്രിലാറ്ററൽ ആണ്. അപ്പൊ അതിന് എത്ര സൈഡ്സ് ഉണ്ടെന്ന് നമുക്കറിയാലോ. എത്ര സൈഡ് ആണ്? 4 സൈഡ്സ് ആണ് ഉള്ളത്. ഓക്കെ, അപ്പൊ 4 സൈഡ്സ് ആണ് ഉള്ളത്. അങ്ങനെയാണെങ്കിൽ അതിലെ സം ഓഫ് ദ ആംഗിൾ എങ്ങനെയാണ്? നമുക്കറിയാം, സം ഓഫ് ദ ആംഗിൾ കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ ആണ് n minus 2 into 180 degree, where n is the number of sides. ഓക്കെ, എത്ര സൈഡ് ഉണ്ടോ അതാണ് n എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ ഇവിടെ 4 സൈഡ്സ് ആണ് ഉള്ളത്. അപ്പൊ n-ന് പകരം നമുക്ക് എന്ത് കൊടുക്കാം? 4 കൊടുക്കാം നമ്മുടെ ഇക്വേഷനിൽ, അല്ലേ? അപ്പൊ സം ഓഫ് ദ ആംഗിൾ എന്താണെന്ന് പറയാം? 4 minus 2 into 180 degree. That is 4 minus 2 എത്രയാണ്? നമുക്കറിയാലോ, എത്രയാണ്? 2 ആണ്, അല്ലേ? അപ്പൊ 2 into 180 degree, that is 360 degree എന്ന് നമുക്ക് കിട്ടി. അതുപോലെ അടുത്തത് നമ്മൾ എടുക്കുന്നത് പെന്റഗൺ ആണ്. ഓക്കെ, പെന്റഗണിൽ എത്ര സൈഡ്സ് ആണ് ഉള്ളത്? നമ്പർ ഓഫ് സൈഡ്സ് എന്ന് പറയുന്നത് 5 ആണ്, അല്ലെ? 5 ആണ് നമ്മുടെ നമ്പർ ഓഫ് സൈഡ്സ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ n-ന് പകരം നമുക്ക് എന്ത് കൊടുക്കാം? 5 കൊടുക്കാം, അല്ലെ? അപ്പൊ 5 minus 2 into 180 degree എന്നായി നമ്മുടെ ഇക്വേഷൻ. ഓക്കെ, ഇനി 5 minus 2 എത്രയാണ്? 5-ൽ നിന്ന് നമ്മൾ 2-നെ കുറച്ചു. അപ്പൊ എത്ര പറ്റി? നമുക്ക് 3 എന്ന് കിട്ടി. ഓക്കെ, അപ്പൊ 3 into 180 degree, that is 540 degree എന്ന് കിട്ടി. ഓക്കെ, ഇനി അടുത്തത് ഹെക്സഗൺ ആണ്. ഓക്കെ, ഹെക്സഗണില് എത്ര സൈഡാ ഉള്ളേ? 6 സൈഡ്സ് ആണ് ഉള്ളത്. ഓക്കെ, അപ്പൊ നമ്മൾ എന്ത് ചെയ്യാ? n-ന് പകരം 6 കൊടുത്തു. അപ്പൊ 6 minus 2 into 180 degree എന്നായി നമ്മുടെ ഇക്വേഷൻ. ഇനി 6 minus 2 എന്ന് പറയുന്നത് എത്രയാണ്? 4 ആണ്, അല്ലെ? അപ്പൊ 4 into 180 degree എന്ന് നമുക്ക് കിട്ടി. That is equal to 720 degree. ഓക്കെ, അടുത്തത് ഹെപ്റ്റഗൺ ആണ്. ഹെപ്റ്റഗണിന് 7 സൈഡ് ആണുള്ളത്. ഓക്കെ, അപ്പോ 7 സൈഡ് എന്ന് പറയുമ്പോൾ നമ്മൾ എന്ത് ചെയ്യുക? n-ന് പകരം 7 കൊടുക്കുക. അപ്പൊ 7 minus 2 into 180 degree എന്നാവും നമ്മുടെ ഇക്വേഷൻ. ആൻഡ് 7 minus 2 is 5. That is നമ്മുടെ ഇക്വേഷൻ എന്ന് പറയുന്നത് എന്തായിട്ട് മാറി? 5 into 180 degree, that is 900 degree എന്നായി. നമുക്കിവിടെ എന്താ കിട്ടിയത്? ഒരു ക്വാഡ്രിലാറ്ററലിന്റെ സം ഓഫ് ദ ആംഗിൾ എന്ന് പറയുന്നത് എത്രയായിരിക്കും? 360 degree ആയിരിക്കും. അതുപോലെ ഒരു പെന്റഗണിന്റെ സം ഓഫ് ദ ആംഗിൾസ് എന്ന് പറയുന്നത് 540 degree ആയിരിക്കും. ആൻഡ് ഒരു ഹെക്സഗണിന്റെ സം ഓഫ് ദ ആംഗിൾ എന്ന് പറയുന്നത് 720 degree ആണ്. ആൻഡ് ഹെപ്റ്റഗണിന്റെ നമുക്ക് എന്താണെന്നും കിട്ടി? 900 degree ആണ് എന്നും കിട്ടി. ഓക്കെ, ഇനി അടുത്തത് നമ്മൾ നോക്കാൻ പോകുന്നത്, നമുക്കൊരു പോയിന്റ് തന്നിട്ടുണ്ടെന്ന് വിചാരിക്കാം. ഒരു പോയിന്റ്, ഇപ്പോൾ ഇവിടെ ഒരു പോയിന്റ് എടുത്തു. ഈ പോയിന്റിന് ചുറ്റും എത്ര ആംഗിൾ ആണ് ഉള്ളതെന്നാണ് നമ്മൾ ഇനി നോക്കാൻ പോകുന്നത്. അപ്പൊ അതറിയാൻ വേണ്ടിയിട്ട് മിസ് ഈ പോയിന്റിലൂടെ 2 ലൈൻസ് വരക്കുവാണ്. ഓക്കെ, പോയിന്റിന് ചുറ്റും എത്ര ആംഗിൾ ഉണ്ട് എന്നാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. അപ്പൊ അതിന് വേണ്ടിയിട്ട് മിസ് എന്ത് ചെയ്യുന്നു? ഈ പോയിന്റിലൂടെ 2 സ്ട്രെയിറ്റ് ലൈൻസ് വരയ്ക്കുവാണ്. ഓക്കെ, 2 സ്ട്രെയിറ്റ് ലൈൻസ് വരച്ചു. ഇനി ഈ പോയിന്റിന് ചുറ്റുമുള്ള ആംഗിൾ എന്ന് പറയുന്നത് എന്താണ്? ഈ ആംഗിളും ഈ ആംഗിളും ഈ ഒരു ആംഗിളും ഈ ഒരു ആംഗിളും കൂടി ആഡ് ചെയ്യുമ്പോഴല്ലേ നമുക്ക് കിട്ടുന്നത്. ഓക്കെ, മിസ് ഇവിടെ 1 2 3 4 എന്ന് പേര് കൊടുത്തു. അങ്ങനെയാണെങ്കിൽ ഈ പോയിന്റിന് ചുറ്റുമുള്ള ആംഗിൾ എന്ന് പറയുന്നത് എന്തായിരിക്കും? 1 + 2 + 3 + 4 ആയിരിക്കില്ലേ? ഓക്കെ, ഈ ആംഗിൾസ് എല്ലാം കൂടി ആഡ് ചെയ്യുന്നതല്ലേ നമുക്ക് എന്തെന്ന് കിട്ടുന്നത്? ഈ പോയിന്റിന് ചുറ്റുമുള്ള ആംഗിൾ എന്ന് പറയുന്നത്. ഇനി ഈ സ്ട്രെയിറ്റ് ലൈൻ മാറ്റിയിട്ട് ഇവിടെ ഒരു സ്ക്വയർ ആണ് എടുക്കുന്നത് വിചാരിക്കുക. ഈ പോയിന്റിൽ ടച്ച് ചെയ്യുന്ന രീതിയിൽ മിസ് ഇവിടെ 4 സ്ക്വയേഴ്സ് എടുത്തു. ഓക്കെ, ഇങ്ങനെയാണെങ്കിലും നമുക്ക് പറയാം എന്താണ്? ഈ സ്ക്വയേഴ്സിന്റെ ഒരു മൂല, അല്ലെ, ഒരു വേർട്ടെക്സിലുള്ള ആംഗിൾസ്. അങ്ങനെ 4 സ്ക്വയേഴ്സിന്റെയും 4 വേർട്ടെക്സിലൂടെ കടന്നു പോകുന്ന ആംഗിൾസ്. ഓക്കെ, ഈ ആംഗിളിന്റെ സം ആണ്. അതായത് നേരത്തെ നമ്മൾ എഴുതിയ പോലെ തന്നെ 1 + 2 + 3 + 4 ആണ് എന്തെന്ന് പറയുന്നത്? പോയിന്റിന് ചുറ്റുമുള്ള ആംഗിൾ എന്ന് പറയുന്നത് പറയാം. ഇനി ഒരു സ്ക്വയറിന്റെ ആംഗിൾ എന്ന് പറയുന്നത് എങ്ങനെയായിരിക്കുന്നത്? നമുക്കറിയാം, അല്ലെ? സ്ക്വയർ എന്ന് പറയുമ്പോൾ എപ്പോഴും പെർപെൻഡിക്കുലർ ആണ് നമ്മൾ വരക്കുന്നത്, അല്ലെ? 90 degree ആണ് ഒരു സ്ക്വയറിന്റെ എല്ലാ ആംഗിൾസ് എന്ന് പറയുന്നത്. ഓക്കെ, നമുക്കറിയാം, അല്ലെ? എല്ലാ ആംഗിൾ എന്ന് പറയുന്നത് എത്ര വീതമാണ്? 90 degree വീതം ആണ്. അപ്പോ ഈ 1 എന്ന് പറയുന്ന ആള് എന്താണ് നമുക്ക് പറയാം? 90 degree ആണെന്ന് പറയാം. 2 എന്ന് പറയുന്ന ആളും എന്ത് തന്നെയാണ്? ഒരു സ്ക്വയറിന്റെ ആംഗിൾ ആണ്, അല്ലെ? അപ്പൊ അത് എന്തായിരിക്കും? 90 degree ആയിരിക്കും.
അതുപോലെ 3 എന്ന് പറയുന്ന ആളും എന്ത് തന്നെയാണ് 90 ഡിഗ്രി ആണ്. 4 എന്ന് പറയുന്ന ആളും 90 ഡിഗ്രി ആണ്. സോ 1 + 2 + 3 + 4 എന്ന് പറയുന്നത് എന്താണ് 90 + 90 + 90 + 90 ആണ്. ഓക്കെ, ഈ 4 പേരും എത്ര വീതമാണ് 90 ഡിഗ്രി വീതമാണ്. ഇത് നമുക്ക് എന്ത് എഴുതാം 4 × 90 ഡിഗ്രി എന്ന് എഴുതാം. ദിസ് ഈസ് ഈക്വൽ ടു 360 ഡിഗ്രി. ഓക്കെ, അപ്പൊ ഒരു പോയിന്റിന് ചുറ്റുമുള്ള ആംഗിള്, നമ്മളൊരു പോയിന്റ് വെറുതെ എടുത്തു, ഇതിന് ചുറ്റുമുള്ള ആംഗിൾ എന്ന് പറയുന്നത് എത്രയാണെന്ന് പറയാം 360 ഡിഗ്രി ആണ് എന്ന് നമുക്ക് പറയാം. ഇത് വേറെ രീതിയിലും കൂടി നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും. അതായത് മിസ് ഇവിടെ ഒരു പോയിന്റ് എടുത്തു, ഇതിന് ചുറ്റുമുള്ള ആംഗിൾ കാണാൻ വേണ്ടിയിട്ട് മിസ് ഇതിലൂടെ ഒരു സ്ട്രെയിറ്റ് ലൈൻ വരച്ചു. ഇനി നമുക്ക് അറിയാലോ പ്രൊട്രാക്ടർ ഉണ്ടല്ലേ നമ്മുടെ കയ്യില്. ഈ പ്രൊട്രാക്ടർ വെച്ചിട്ട് മിസ് എന്ത് ചെയ്യാണ് 0 തുടങ്ങി മെഷർ ചെയ്യുവാണെങ്കിൽ നമുക്ക് അറിയാം ഇവിടെയും വരെ എത്ര ഡിഗ്രിയാണ് 180 ഡിഗ്രി ആണ്. അതുപോലെ തന്നെ ആ പ്രൊട്രാക്ടറിനെ മിസ് തിരിച്ചു വെച്ചു. തിരിച്ചു വെക്കുമ്പോൾ നമുക്ക് ഇവിടെ തുടങ്ങി ഇവിടെയും വരെയുള്ളതും എത്ര തന്നെയാണ് നമുക്ക് കിട്ടും 180 ഡിഗ്രി ആണെന്ന് കിട്ടും. സോ ഈ പോയിന്റിന് ചുറ്റുമുള്ള ആംഗിൾ എന്ന് പറയുന്നത് എത്രയാണെന്ന് പറയാം 180 + 180 ആണ്. ദിസ് ഈക്വൽ ടു 360 ഡിഗ്രി ആണ്. ഓക്കെ, ഒരു പോയിന്റിന് ചുറ്റുമുള്ള ആംഗിൾ എന്ന് പറയുന്നത് എത്രയാണെന്ന് കിട്ടി 360 ഡിഗ്രി ആണ് എന്ന് കിട്ടി. അപ്പൊ അടുത്ത നമുക്കൊരു ക്വസ്റ്റ്യൻ നോക്കാം. Is the sum of angles of any polygon equal to 2700 degree? അതായത് എന്താ ഇവിടെ ചോദിച്ചിരിക്കുന്നേ, ഏതെങ്കിലും ഒരു പോളിഗണിന്റെ ആംഗിൾസിന്റെ സം, കോണുകളുടെ തുക 2700 ഡിഗ്രി വരുമോ എന്നതാണ് നമ്മുടെ ക്വസ്റ്റ്യൻ. അപ്പോ നമുക്കറിയാവുന്ന ഒരു കാര്യമുണ്ട്, എന്താണ് സം ഓഫ് ആംഗിൾസ് ഓഫ് പോളിഗൺ. ഓക്കെ, ഒരു പോളിഗണിന്റെ സം ഓഫ് ആംഗിൾ എന്ന് പറയുന്നത് എത്രയാണ് നമുക്കറിയാം. അങ്ങനെയാണ് നമ്മൾ കണ്ടുപിടിച്ചായിരുന്ന ഒരു ഇക്വേഷൻ n-2 × 180 ഡിഗ്രി ആണ് എന്ന് നമുക്കറിയാം അല്ലെ. ഒരു പോളിഗണിലെ ആംഗിൾസ് എല്ലാം കൂടി നമ്മൾ ആഡ് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് കിട്ടുന്നത് എന്തായിരിക്കും n-2 × 180 ഡിഗ്രി ആയിരിക്കും. where n is the side of number of side of the polygon. ഓക്കെ, n എന്ന് പറയുന്നത് എത്രയാണ്, എന്താണ് ഒരു പോളിഗണിലെ എത്ര സൈഡ് ഉണ്ടോ അതാണ് ഈ n എന്ന് പറയുന്ന ആള്. ഓക്കെ, n-2 × 180 ഡിഗ്രി ആണ് എന്ന് നമുക്കറിയാം. ഓക്കെ, അതായത് സം ഓഫ് ദ ആംഗിൾ എന്ന് പറയുന്നത് എപ്പോഴും എന്തായിരിക്കും നമ്മുടെ 180 ഡിഗ്രിയുടെ ഒരു മൾട്ടിപ്പിൾ ആയിരിക്കും. ഓക്കെ, അത് ക്ലിയർ അല്ലേ? 180 ഡിഗ്രിയുടെ ഒരു മൾട്ടിപ്പിൾ ആയിരിക്കും എപ്പോഴും എന്തെന്ന് പറയുന്നത് ആംഗിൾസിന്റെ സം എന്ന് പറയുന്നത്. ഇനി നമുക്ക് തന്നിരിക്കുന്നത് എന്താണ്, ആംഗിൾസിന്റെ സം എന്ന് പറയുന്നത് 2700 ഡിഗ്രി എന്നാണ് അവർ തന്നിരിക്കുന്നത്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ നമുക്ക് എന്ത് പറയാം, ഈ 2700 ഡിഗ്രി എന്ന് പറയുന്നത് ഏതോ ഒരു പോളിഗണിന്റെ എന്താണ് സം ഓഫ് ദ ആംഗിൾ ആണല്ലോ. ഓക്കെ, ഇനി ഈ പോളിഗണിന്റെ സം ഓഫ് ആംഗിൾ ആകണമെങ്കിൽ നമ്മൾ പറഞ്ഞു 180 ഡിഗ്രിയുടെ മൾട്ടിപ്പിൾ ആയിരിക്കണം എപ്പോഴും അല്ലെ. അതായത് ഈ 2700 ഡിഗ്രി എന്ന് പറയുന്ന ആള് 180 ഡിഗ്രിയുടെ മൾട്ടിപ്പിൾ ആണോ എന്ന് നമ്മൾ നോക്കിയാൽ മതി. അതായത് 2700 ഡിവൈഡഡ് ബൈ 180 ചെയ്യുമ്പോൾ നമുക്ക് റിമൈൻഡർ 0 കിട്ടുന്ന ഒരു നമ്പർ ആണോ, അല്ലെങ്കിൽ റിമൈൻഡർ 0 കിട്ടുന്നുണ്ടോ എന്ന് നമുക്ക് നോക്കിയാൽ മതി. ഇത് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് എത്രയാ കിട്ടുന്നത് 15 ആണ് കിട്ടുന്നത്. ഓക്കെ, അതായത് 15 × 180 ഡിഗ്രി ചെയ്യുമ്പോഴാണ് നമുക്ക് എന്ത് കിട്ടുന്നത് 2700 ഡിഗ്രി കിട്ടുന്നത്. ദാറ്റ് ഈസ് 2700 ഡിഗ്രി ഈസ് എ മൾട്ടിപ്പിൾ ഓഫ് 180. അപ്പൊ 180യുടെ ഒരു മൾട്ടിപ്പിൾ ആണ് എങ്കിൽ നമുക്ക് എന്ത് പറയാം, അത് ഏതോ ഒരു പോളിഗണിന്റെ എന്താണ് സം ഓഫ് ആംഗിൾ ആണ്, സം ഓഫ് ദ ആംഗിൾ ആണ് എന്ന് നമുക്ക് പറയാൻ പറ്റും. അതായിരുന്നു നമ്മുടെ ക്വസ്റ്റ്യൻ. ഈ 2700 ഡിഗ്രി എന്ന് പറയുന്നത് ഏതെങ്കിലും ഒരു പോളിഗണിന്റെ സം ഓഫ് ദ ആംഗിൾ ആകുമോ എന്നതായിരുന്നു ക്വസ്റ്റ്യൻ. ആകുമെന്ന് നമുക്ക് കിട്ടി. അപ്പോ അങ്ങനെയാണ് എങ്കിൽ ഇത് എത്ര സൈഡുള്ള പോളിഗൺ ആയിരിക്കും നമുക്ക് നോക്കാം. എത്ര സൈഡ് ഉണ്ടാവും? നമുക്ക് ഇപ്പൊ കിട്ടിയത് എന്താണ്, 15നെ 180 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോഴാണ് എന്ത് കിട്ടുന്നതെന്നാ കിട്ടിയേ 2700 ഡിഗ്രി കിട്ടുന്നത് എന്നാണ് നമുക്ക് ഇവിടെ കിട്ടിയത്. ഓക്കെ, ഇനി നമുക്കറിയാവുന്ന ഇക്വേഷൻ എന്താണ്, സം ഓഫ് ദ ആംഗിൾ കണ്ടുപിടിക്കാൻ n-2 × 180 ഡിഗ്രി ചെയ്യുമ്പോഴാണ് നമുക്ക് എന്ത് കിട്ടുന്നത്, സം ഓഫ് ദ ആംഗിൾ കിട്ടുന്നത്. ആൻഡ് സം ഓഫ് ദ ആംഗിൾ എന്ന് പറയുന്നത് 2700 ഡിഗ്രി ആണെന്നും തന്നിട്ടുണ്ട്. ഓക്കെ, അപ്പോ ഇവിടെ ഈ n-2ന് പകരമായിട്ട് വന്നിരിക്കുന്ന ആളാണ് ആര്, 15 എന്ന് പറയുന്നത് അല്ലെ. അതായത് n-2 = 15 എന്ന് നമുക്ക് പറയാം അല്ലെ. ബാക്കി എല്ലാം സെയിം ആണ് അല്ലെ, 180 180 2700. ഓക്കെ, ബാക്കി
ഇല്ലാത്തത് ആരാണ്? ഈ n-2 ആണ്. ഈ n-2ന് പകരം വന്നിരിക്കുന്ന ആളാണ് ആര്? 15. That is n-2 equal to 15. n-2 15 ആണ് എങ്കിൽ n എന്ന് പറയുന്ന ആൾ എത്രയായിരിക്കും? ഈ 2നെ നമ്മൾ എന്ത് ചെയ്യാ? റൈറ്റ് സൈഡിലേക്ക് കൊണ്ടുപോയാ പോരെ? ഓക്കെ, ഇവിടെ 2 എന്ന് പറയുന്ന ആളുടെ കൂടെ ആരുണ്ട്? ഒരു മൈനസ് ഉണ്ട് അല്ലെ? -2 ആണ് ലെഫ്റ്റ് സൈഡിലുള്ളത്. സോ ഈക്വൽ ടുവിന്റെ അപ്പുറത്തെ സൈഡിലേക്ക് നമ്മൾ കൊണ്ടുപോകുമ്പോഴേക്കും മൈനസ് എന്ന് പറയുന്ന ആള് എന്തായിട്ട് മാറും? പ്ലസ് ആയിട്ട് മാറും. സോ -2 എന്ന് പറയുന്നത് ഇപ്പുറത്തേക്ക് വരുമ്പോ എന്തായിട്ട് മാറും? +2 ആയിട്ട് മാറും. ഓക്കെ, ഇതെന്തായി മാറി? n ഈക്വൽ ടു 15 + 2 എന്ന് നമുക്ക് കിട്ടി. ദാറ്റ് ഈസ് ഈക്വൽ ടു 17. ഇനി ഈ n ആരായിരുന്നു? നമ്പർ ഓഫ് സൈഡ്സ് ആണ് അല്ലെ? സോ നമ്പർ ഓഫ് സൈഡ്സ് എന്ന് പറയുന്നത് എത്രയാണെന്ന് കിട്ടി? 17 ആണെന്ന് കിട്ടി. സോ ഈ പോളിഗണിന് എത്ര സൈഡ്സ് ഉണ്ടെന്ന് കിട്ടി? 17 സൈഡ് ആണ് ഉള്ളത്. 17 സൈഡ് ഉള്ള ഒരു പോളിഗണിന്റെ ആംഗിൾസിന്റെ സം ആണ് എന്തെന്ന് പറയുന്നേ? 2700 ഡിഗ്രി. ഓക്കെ, അപ്പോ നമുക്കൊരു ടെക്സ്റ്റ് ബുക്കിലെ കുറച്ച് പ്രോബ്ലംസ് ചെയ്യാം. അതിൽ ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കുക കേട്ടോ. വാട്ട് ഈസ് ദ സം ഓഫ് ദ ആംഗിൾസ് ഓഫ് എ 52 സൈഡഡ് പോളിഗൺ? 52 സൈഡുള്ള 52 സൈഡുള്ള ഒരു പോളിഗൺ നമ്മുടെ കയ്യിലുണ്ട്. അങ്ങനെയാണെങ്കിൽ ആ പോളിഗണിന്റെ ആംഗിൾസിന്റെ സം എന്താണ്? സം ഓഫ് ദ ആംഗിൾ എന്താണ് എന്നതാണ് ക്വസ്റ്റ്യൻ. ഓക്കെ, ഇവിടെ പോളിഗണിന്റെ സൈഡ് എന്ന് പറയുന്നത് 52 സൈഡ് ആണ് നമുക്ക് തന്നിട്ടുണ്ട്. സോ n എന്ന് പറയുന്നത് നമ്മുടെ ഇക്വേഷനിൽ n എന്ന് പറയുന്ന ആള് നമ്പർ ഓഫ് സൈഡ്സ് എന്ന് പറയുന്നത് എത്രയാണെന്ന് അറിയാം? 52 ആണ് തന്നിട്ടുള്ള കാര്യമാണ്. ഓക്കെ, നമുക്ക് എന്താ കണ്ടുപിടിക്കണ്ടേ? സം ഓഫ് ദ ആംഗിൾ എന്താണ്? സം ഓഫ് ദ ആംഗിൾ കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ ഉണ്ടല്ലോ. എന്താ? സം ഓഫ് ദ ആംഗിൾ ഈക്വൽ ടു എന്താണ്? n-2 ഇൻറ്റു 180 ഡിഗ്രി ആണ് എന്ന് നമുക്കറിയാം. ഓക്കെ, ഇനി ഇവിടെ n ആരാണെന്ന് തന്നിട്ടുണ്ട്? 52 ആണ് നമുക്കറിയാം. എന്നിന് വേറെ എന്ത് കൊടുക്കുക? 52 കൊടുക്കുക. 52 - 2 ഇൻറ്റു 180 ഡിഗ്രി എന്ന് നമ്മുടെ ഇക്വേഷൻ മാറി. ഓക്കെ, ഇനി 52ൽ നിന്ന് 2 മൈനസ് ചെയ്ത് എന്താ നമുക്ക് കിട്ടുന്നേ? എത്രയാണ്? 50 ആണ് അല്ലെ? 50 ഇൻറ്റു 180 ഡിഗ്രി എന്ന് നമുക്ക് കിട്ടി. ഓക്കെ, ഇത് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് എന്താ കിട്ടുന്നേ? 9000 ഡിഗ്രി എന്ന് നമുക്ക് കിട്ടും. ഓക്കെ, സം ഓഫ് ദ ആംഗിൾ എന്ന് പറയുന്നത് എത്രയാണെന്ന് കിട്ടി? 9000 ഡിഗ്രി ആണെന്ന് കിട്ടി. അതായത് 52 സൈഡ് ഉള്ള ഒരു പോളിഗണിന്റെ ഒരു ബഹുഭുജത്തിന്റെ സം ഓഫ് ദ ആംഗിൾ, കോണുകളുടെ തുക എന്ന് പറയുന്നത് എത്രയാണെന്ന് പറയാം? 9000 ഡിഗ്രി ആണ് എന്ന് പറയാം. ഓക്കെ, ഇപ്പൊ സെക്കൻഡ് ക്വസ്റ്റ്യൻ നോക്കാം. The sum of angles of a polygon is 8100 degree. How many sides does it have? എന്നിവിടെ പറഞ്ഞിരിക്കുന്നേ ഒരു പോളിഗൺ നമ്മുടെ കയ്യിലുണ്ട്. ആ പോളിഗണിന്റെ ആംഗിൾസിന്റെ സം എന്ന് പറയുന്നത് 8100 ഡിഗ്രി ആണ് എന്ന് തന്നിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ ആ പോളിഗണിന് എത്ര സൈഡ്സ് ഉണ്ട് എന്നതാണ് ക്വസ്റ്റ്യൻ. ഓക്കെ, അപ്പൊ നമുക്ക് അറിയാവുന്നത് എന്താണ്? നമുക്ക് തന്നിരിക്കുന്നത് സം ഓഫ് ദ ആംഗിൾസ് ഓഫ് എ പോളിഗൺ നമുക്ക് തന്നിട്ടുണ്ട് 8100 ഡിഗ്രി. അപ്പൊ നമുക്ക് എഴുതാം സം ഓഫ് ആംഗിൾസ് എത്രയാണ് തന്നിട്ടുണ്ട്? 8100 ഡിഗ്രി എന്ന് തന്നിട്ടുണ്ട്. ഇനി സം ഓഫ് ആംഗിൾസ് കണ്ടുപിടിക്കാനുള്ള ഒരു ഇക്വേഷൻ നമുക്കറിയാലോ. എന്തായിരുന്നു ഇക്വേഷൻ? n-2 ഇൻറ്റു 180 ഡിഗ്രി ആണ് എന്ന് നമുക്കറിയാം. ഇതാണ് എന്തെന്ന് പറഞ്ഞു കിട്ടിയിരിക്കുന്നത്? 8100 ഡിഗ്രി എന്ന് നമുക്ക് തന്നിരിക്കുന്നത്. ഓക്കെ, നമുക്ക് എന്താ കണ്ടുപിടിക്കണ്ടേ? എത്ര സൈഡ്സ് ഉണ്ട് ആ പോളിഗണിന് എന്നതാണ് കണ്ടുപിടിക്കേണ്ടത്. അതായത് n ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ട ആള്. ഓക്കെ, അപ്പോ n കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ എന്താ ചെയ്യുന്നത്? n-നൊഴിച്ച് ബാക്കിയുള്ളതിനൊക്കെ നമ്മൾ എന്ത് ചെയ്യുക? റൈറ്റ് സൈഡിലേക്ക് കൊണ്ടുപോവാം. അപ്പൊ ആദ്യം തന്നെ നമ്മൾ n-2 ഇവിടെ നിർത്തി 180 ഡിഗ്രിയെ നമ്മൾ എന്ത് ചെയ്യുന്നു? റൈറ്റ് സൈഡിലേക്ക് കൊണ്ടുപോകുന്നു. അപ്പൊ എന്ത് സംഭവിക്കും? 8100 ഡിഗ്രി ഇവിടെ ഓൾറെഡി ഉണ്ട്. അതിനെ ഇൻറ്റു ആയിരുന്നു, ഇവിടെ മൾട്ടിപ്ലിക്കേഷൻ ആയിരുന്നു 180 ഡിഗ്രി വന്നത് അല്ലെ? അപ്പൊ റൈറ്റ് സൈഡിലേക്ക് പോകുമ്പോൾ അത് എന്തായിട്ട് മാറും? എന്തായിട്ട് മാറും? ഡിവിഷൻ ആയിട്ട് മാറും. അപ്പോ എന്താ സംഭവിക്കുന്നത്? ഇവിടെ ഡിവൈഡഡ് ബൈ 180 ഡിഗ്രി എന്ന് കിട്ടും നമുക്ക്. ഓക്കെ, ദിസ് ഇസ് ഈക്വൽ ടു ഇത് കട്ട് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് എത്രയാണ് കിട്ടുന്നത്? 45 എന്ന് നമുക്ക് കിട്ടി. ഓക്കെ, n-2 ആണ് നമുക്ക് എന്തെന്ന് കിട്ടിയേ? n-2 ആണ് നമുക്ക് എന്ത് കിട്ടിയേ? 45 എന്ന് കിട്ടിയത്. ഓക്കെ, അങ്ങനെയാണ് നമുക്ക് n കണ്ടുപിടിക്കാലോ. n എങ്ങനെ കണ്ടുപിടിക്കാം? n is equal to ഈ -2നെ നമ്മൾ എന്ത് ചെയ്യുക? റൈറ്റ് സൈഡിലേക്ക് കൊണ്ടുപോവുക. അപ്പൊ എന്ത് സംഭവിക്കും? 45 + 2 ആയിട്ട് മാറും. This is equal to 47 എന്ന് കിട്ടി. അപ്പൊ നമ്പർ ഓഫ് സൈഡ്സ് എന്ന് പറയുന്നത് എത്രയാണെന്ന് കിട്ടി? 47 ആണെന്ന് കിട്ടി. അപ്പോൾ 8100
സം ഓഫ് ആംഗിൾ ആയിട്ട് വരുന്ന ഒരു പോളിഗണിന് 47 സൈഡ്സ് ഉണ്ട് എന്ന് നമുക്ക് കിട്ടി. ഓക്കെ, അപ്പൊ നമുക്ക് തേർഡ് ക്വസ്റ്റ്യൻ നോക്കാം. ക്വസ്റ്റ്യൻ എന്താണെന്ന് നോക്കിക്കേ. ഇറ്റ്സ് എ സം ഓഫ് ദ ആംഗിൾസ് ഓഫ് എനി പോളിഗൺ 1600 ഡിഗ്രി. ഹൗ അബൌട്ട് 900 ഡിഗ്രി? എന്താ ഇവിടെ പറഞ്ഞിരിക്കുന്നേ? ഏതെങ്കിലും ഒരു പോളിഗണിന്റെ സം ഓഫ് ആംഗിൾ എന്ന് പറയുന്നത് 1600 ഡിഗ്രി വരുമോ എന്നതാണ് ചോദ്യം. ഓക്കെ, നമ്മൾ ആദ്യമേ പറഞ്ഞായിരുന്നു, നമുക്കറിയാം സം ഓഫ് ദ ആംഗിളിന്റെ ഇക്വേഷൻ എന്താ? സം ഓഫ് ആംഗിൾസ് എന്ന് പറയുന്നത് ഈക്വൽ ടു n-2 ഇൻറ്റു 180 ഡിഗ്രി ആണ് അല്ലെ. അപ്പൊ സം ഓഫ് ദ ആംഗിൾ എന്ന് പറയുന്നത് എപ്പോഴും 180 ഡിഗ്രിയുടെ ഒരു മൾട്ടിപ്പിൾ ആയിരിക്കണം. ഓക്കെ, ഇപ്പൊ ഇവിടെ നമുക്ക് തന്നിരിക്കുന്നത് 1600 എന്ന് പറയുന്ന ഈ ഒരു വാല്യൂ ഏതെങ്കിലും ഒരു പോളിഗണിന്റെ സം ഓഫ് ആംഗിൾ ആകുമോ എന്നാണ് ക്വസ്റ്റ്യൻ. അങ്ങനെ ആകണമെങ്കിൽ നമുക്കറിയാം എന്തായിരിക്കണം? അത് 180 ഡിഗ്രിയുടെ മൾട്ടിപ്പിൾ ആയിരിക്കണം. അപ്പൊ 180 ഡിഗ്രിയുടെ മൾട്ടിപ്പിൾ ആണോ എന്ന് ചെക്ക് ചെയ്യാൻ നമുക്ക് എന്ത് ചെയ്യാം? ഈ 1600 ഡിഗ്രിയെ 180 കൊണ്ട് നമ്മൾ എന്ത് ചെയ്ത് നോക്കുക? ഒന്ന് ഡിവൈഡ് ചെയ്ത് നോക്കാം. അങ്ങനെ ഡിവൈഡ് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് എന്തായിരിക്കും കിട്ടുന്നത്? ഇവിടെ 80 വരും, ഇവിടെ 9 വരും. ഓക്കെ, അപ്പൊ 80 ഡിവൈഡഡ് ബൈ 9 എന്ന് നമുക്ക് കിട്ടും. അപ്പൊ ഇങ്ങനെ മൾട്ടിപ്പിൾ ആണ് എങ്കിൽ എന്താ ഇവിടെ പറയുന്നേ? മൾട്ടിപ്പിൾ ആണ് എങ്കിൽ നമുക്ക് റിമൈൻഡർ എന്തായിട്ട് കിട്ടണം? 0 ആയിട്ട് കിട്ടണം. അങ്ങനെ 0 ആയിട്ട് കിട്ടുന്നുണ്ടോ എന്ന് നോക്കുക. അപ്പൊ 8 × 9 ചെയ്യുമ്പോൾ നമുക്ക് 72 വരുന്നുണ്ട്. 8 ആണ് വരുന്നത് അല്ലെ. അപ്പൊ ഇവിടെ റിമൈൻഡർ 0 ആയിട്ട് വരുന്നുണ്ടോ? ഇല്ല അല്ലെ. അപ്പൊ അതായത് നമുക്ക് എന്ത് പറയാം? ഈ 1600 ഡിഗ്രി എന്ന് പറയുന്നത് ഒരിക്കലും 180 ഡിഗ്രിയുടെ ഒരു മൾട്ടിപ്പിൾ അല്ല എന്ന് നമുക്ക് കിട്ടി. 180 ഡിഗ്രിയുടെ മൾട്ടിപ്പിൾ അല്ല എങ്കിൽ നമുക്ക് എന്ത് പറയാം? അത് സം ഓഫ് ദ ആംഗിൾ ആയിട്ട് വരത്തില്ല. അപ്പൊ ഒരു പോളിഗണിന്റെയും സം ഓഫ് ആംഗിൾ എന്ന് പറയുന്നത് 1600 ഡിഗ്രി വരില്ല എന്ന് നമുക്ക് കിട്ടി. ഇനി വാട്ട് അബൌട്ട് 900 ഡിഗ്രി? ഓക്കെ, 900 ഡിഗ്രിയുടെ കേസ് ഒന്ന് എടുത്ത് നോക്കിയാലോ. അങ്ങനെ 900 ഡിഗ്രി സം ഓഫ് ദ ആംഗിൾ വരണമെങ്കിൽ അത് എന്തായിരിക്കണം? 180 ഡിഗ്രിയുടെ മൾട്ടിപ്പിൾ ആയിരിക്കണം അല്ലെ. അപ്പോ 180 ഡിഗ്രിയുടെ മൾട്ടിപ്പിൾ ആണോ എന്ന് ചെക്ക് ചെയ്യാൻ നമ്മൾ എന്ത് ചെയ്യുക? 900നെ 180 കൊണ്ട് ഡിവൈഡ് ചെയ്ത് നോക്കുക. അങ്ങനെ ഡിവൈഡ് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് എന്താ കിട്ടുന്നേ? എന്തായിരിക്കും കിട്ടുന്നേ? 5 ആയിരിക്കും കിട്ടുന്നത് അല്ലെ. അപ്പൊ നമുക്ക് എന്ത് കിട്ടി? മൾട്ടിപ്പിൾ ആണ് എന്ന് കിട്ടി. അതായത് 180യെ 5 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോഴാണ് 900 കിട്ടുന്നത് എന്ന് കിട്ടി. ഓക്കെ, അപ്പോ 180 ഡിഗ്രിയുടെ മൾട്ടിപ്പിൾ ആയതുകൊണ്ട് നമുക്ക് എന്ത് പറയാം? 900 സം ഓഫ് ആംഗിൾ ആയിട്ട് വരുന്ന രീതിയിൽ ഒരു പോളിഗൺ ഉണ്ട് എന്ന് നമുക്ക് കിട്ടി. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. All angles of a 20-sided polygon are the same. How much is each? എന്താ ഇവിടെ പറഞ്ഞിരിക്കുന്നത്? നമുക്ക് 20 സൈഡ് ഉള്ള ഒരു പോളിഗൺ ഉണ്ട് കയ്യില്. ഓക്കെ, ആ പോളിഗണിലെ എല്ലാ ആംഗിൾസും സെയിം ആണ് എന്ന് തന്നിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ ഒരു ആംഗിള് എത്ര വീതമായിരിക്കും എന്നതാണ് ക്വസ്റ്റ്യൻ. ഓക്കെ, അപ്പോ അതിന് വേണ്ടിയിട്ട് നമുക്ക് അറിയാവുന്ന കാര്യം എന്താണ്? സം ഓഫ് ആംഗിൾ കണ്ടുപിടിക്കാനാണ് നമുക്ക് ആകെ അറിയാവുന്ന ഒരു കാര്യം. ഓക്കെ, അപ്പൊ ആദ്യം തന്നെ നമ്മളത് കണ്ടുപിടിക്കാം. ഓക്കെ, സം ഓഫ് ആംഗിൾ ഈക്വൽ ടു എന്താ ഇക്വേഷൻ? n-2 ഇൻറ്റു 180 ഡിഗ്രി. ഓക്കെ, ഇവിടെ n എന്ന് പറയുന്നത് എന്താണ്? നമ്പർ ഓഫ് സൈഡ് ആണ് അല്ലെ. നമുക്ക് തന്നിട്ടുണ്ട് നമ്മുടെ പോളിഗണിൽ എത്ര സൈഡ് ഉണ്ടെന്നാ പറഞ്ഞിരിക്കുന്നത്? 20 സൈഡ് ഉണ്ട് എന്ന് തന്നിട്ടുണ്ട്. ഓക്കെ, അപ്പൊ n എന്ന് പറയുന്നത് എത്രയാണ്? 20 ആണ്. 20 - 2 ഇൻറ്റു 180 ഡിഗ്രി എന്ന് നമുക്ക് കിട്ടി. ഓക്കെ, 20 - 2 എന്ന് പറയുന്നത് എത്രയാണ്? 18 ആണ് അല്ലെ. അപ്പൊ 18 ഇൻറ്റു 180 ഡിഗ്രി ഇത് എത്രയാണ്? മൾട്ടിപ്ലൈ ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് എത്ര കിട്ടും? 3240 ഡിഗ്രി എന്ന് കിട്ടി. ഓക്കെ, എന്താ ഇവിടെ നമുക്ക് കിട്ടിയത്? ഈ പോളിഗണിലെ എല്ലാ ആംഗിൾസും കൂടി ആഡ് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് എത്ര കിട്ടും? 3240 കിട്ടും എന്ന് കിട്ടി. ഇനി നമുക്ക് അറിയാവുന്ന കാര്യം എന്താണ്? ഈ പോളിഗണിന്റെ എല്ലാ ആംഗിൾസും എന്താണ്? സെയിം ആണ് എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ അങ്ങനെയാണെങ്കിൽ ഒരു ആംഗിൾ കണ്ടുപിടിക്കാൻ നമ്മൾ എന്ത് ചെയ്താൽ മതി? ഓക്കെ, ഒരു ആംഗിളിന്റെ മെഷർമെന്റ് കണ്ടുപിടിക്കാൻ നമ്മൾ എന്ത് ചെയ്യുക? 3240യെ നമ്മൾ എന്ത് ചെയ്യുക? എത്ര ആംഗിൾസ് ആണ് അവിടെ ഉള്ളത്? 20 സൈഡ് ആണോ ഉള്ളത് അല്ലെ. 20 സൈഡ് ഉണ്ടെങ്കിൽ 20 ആംഗിൾസും ഉണ്ടാവും. അപ്പൊ 20 കൊണ്ട് നമ്മൾ എന്ത് ചെയ്താൽ മതി? ഡിവൈഡ് ചെയ്താൽ മതി അല്ലെ. അപ്പൊ ടോട്ടൽ എല്ലാ ആംഗിൾസും കൂടി ആഡ് ചെയ്യുമ്പോഴാണ് നമുക്ക് എന്ത് കിട്ടുന്നത്? 3240 കിട്ടുന്നത്. ആൻഡ് ടോട്ടൽ 20 ആംഗിൾ ആണ് അവിടെ ഉള്ളത്. അപ്പൊ ഒരു ആംഗിൾ എത്രയാണ് എന്ന് കണ്ടുപിടിക്കാൻ എന്ത് ചെയ്താൽ മതി? 3240യെ 20 കൊണ്ട് ഡിവൈഡ് ചെയ്യുക. അപ്പൊ ഡിവൈഡ് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് എത്ര കിട്ടും? നമുക്ക് ഇത് ഡിവൈഡ് ചെയ്ത് കഴിയുമ്പോൾ
162 ഡിഗ്രി ആണെന്ന് കിട്ടും. അപ്പൊ ഓരോ ആംഗിളും 162 ഡിഗ്രി വീതമാണ് ഈ പോളിഗണിന്റെ എന്ന് നമുക്ക് കിട്ടി. ഓക്കെ, അപ്പൊ ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നത് ഔട്ടർ ആംഗിൾസ് അഥവാ പുറം കോണുകളെ പറ്റിയിട്ടാണ്. അപ്പൊ നമ്മൾ ഇത്രയും നേരം പഠിച്ച ആംഗിൾസിന് എന്തെങ്കിലും പ്രത്യേക പേരുണ്ടായിരുന്നോ? എന്തെങ്കിലും പേരുണ്ടോ? നമ്മളിപ്പോ പഠിച്ച ആംഗിൾസ് എങ്ങനെയുള്ളതായിരുന്നു? ഇവിടെ ഒരു ട്രയാംഗിൾ മിസ് കൊടുത്തിട്ടുണ്ട്. ഈ ട്രയാംഗിൾസിന്റെ ഇങ്ങനെയുള്ള ആംഗിൾസ് അല്ലേ, അതായത് അകത്തുള്ള ആംഗിൾസിനെ പറ്റിയിട്ടാണ് നമ്മൾ പഠിച്ചത്. അങ്ങനെ അകത്തുള്ള ആംഗിൾസിനെ നമ്മൾ പറയുന്ന പേരാണ് ഇന്നർ ആംഗിൾസ് അഥവാ ഇന്റീരിയർ ആംഗിൾസ് എന്ന് പറയുന്നത്. അപ്പോ ഒരു പോളിഗൺ നമ്മൾ എടുക്കുവാണെങ്കിൽ അതിന്റെ അകത്ത് ആംഗിൾസ് ഉണ്ട് എന്ന് നമുക്ക് അറിയാം. അതുപോലെ തന്നെ ഈ പോളിഗണിന് പുറത്തും ആംഗിൾസ് ഉണ്ട്. അങ്ങനെ വരുന്ന ആംഗിൾസിനെയാണ്, അങ്ങനെ പുറത്ത് വരുന്ന ആംഗിൾസിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ഔട്ടർ ആംഗിൾസ് അഥവാ പുറം കോണുകൾ അല്ലെങ്കിൽ ബാഹ്യ കോണുകൾ എന്നൊക്കെ നമ്മൾ പറയാറുണ്ട്. അതായത് ഇപ്പൊ ഈ ഒരു ട്രയാംഗിൾ മിസ് എടുക്കുവാണ്. ഇതിന്റെ പുറം കോൺ അറിയാൻ വേണ്ടിയിട്ട് അഥവാ ഔട്ടർ ആംഗിൾ അറിയാൻ വേണ്ടിയിട്ട് ഏതെങ്കിലും ഒരു സൈഡ് മിസ് എക്സ്റ്റെൻഡ് ചെയ്യുവാണ്. ഇപ്പൊ BC യെ എക്സ്റ്റെൻഡ് ചെയ്തു. നോക്കിക്കേ, BC യെ എക്സ്റ്റെൻഡ് ചെയ്ത് കഴിഞ്ഞപ്പോ നമുക്ക് ഇങ്ങനെ ഒരു ഫിഗർ കിട്ടി. ഓക്കെ, അപ്പൊ ഇവിടെ നോക്കിക്കേ, ഈ C എന്ന് പറയുന്ന വേർട്ടെക്സില് ഓൾറെഡി ഒരു ഇന്നർ ആംഗിൾ ഉണ്ട്. അതിന് കൂടെ പുറത്തൊരു ആംഗിൾ ഫോം ചെയ്യുന്നുണ്ട് അല്ലെ. C എന്ന് പറയുന്ന വേർട്ടെക്സില് അതിന് പുറത്ത് എന്തുണ്ടാവുന്നുണ്ട്? ഒരു ആംഗിൾ ഫോം ചെയ്യുന്നുണ്ട്. ഈ ആംഗിളിനെയാണ് നമ്മൾ എന്തെന്ന് വിളിക്കുന്നത്? ഔട്ടർ ആംഗിൾ എന്ന് പറയുന്നത്. ഓക്കെ, ഔട്ടർ ആംഗിൾ എന്ന് വിളിക്കുന്നത്. ഇനി മിസ് AC ആണ് എക്സ്റ്റെൻഡ് ചെയ്യുന്നതെന്ന് വിചാരിക്കുക. ഓക്കെ, AC യെ എക്സ്റ്റെൻഡ് ചെയ്തു. നോക്കിക്കേ, AC എക്സ്റ്റെൻഡ് ചെയ്ത് കഴിഞ്ഞപ്പോ ഇതായിരുന്നു നമ്മുടെ എന്തെന്ന് പറയുന്നത്? ഇന്നർ ആംഗിൾ എന്ന് പറയുന്നത് അല്ലെ. അപ്പോ ഇന്നർ ആംഗിളിന് പുറത്ത് C എന്ന് പറയുന്ന വേർട്ടെക്സില് എന്തുണ്ടാവുന്നുണ്ട്? നമുക്കൊരു ഔട്ടർ ആംഗിൾ ഉണ്ടാവുന്നുണ്ട്. അപ്പൊ നേരത്തെ നമുക്ക് എന്ത് കിട്ടി? C എന്ന് പറയുന്ന വേർട്ടെക്സിൽ വേറൊരു ഔട്ടർ ആംഗിൾ കിട്ടിയായിരുന്നു. ഈ രണ്ട് ആംഗിൾസ് നമ്മൾ എന്തെങ്കിലും കണക്ഷൻ ഉണ്ടോ? നോക്കിക്കേ, ഈ രണ്ട് ആംഗിളും ഓപ്പോസിറ്റ് കിടക്കുന്ന ആംഗിൾസ് അല്ലേ. നമുക്കറിയാം ഓപ്പോസിറ്റ് ആംഗിൾസ് എങ്ങനെയുള്ള ആംഗിൾസ് ആണ്? ഈക്വൽ ആണ്. സോ ഈ ഔട്ടർ ആംഗിളും ഈ ഔട്ടർ ആംഗിളും എന്താണ് നമുക്ക് പറയാം? ഈക്വൽ ആണ് എന്ന് നമുക്ക് പറയാം. ഇനി ഇതിന്റെ ഒക്കെ ഇടയിൽ ഇവിടെ ഒരു ആംഗിൾ ഫോം ചെയ്യുന്നുണ്ടല്ലോ. ഇത് നമ്മുടെ ഔട്ടർ ആംഗിൾ ആണോ? ഈ ഒരു ആംഗിള് ഔട്ടർ ആംഗിൾ ആണോ? അല്ല, ഈ ആംഗിൾ ഔട്ടർ ആംഗിൾ അല്ല. ഔട്ടർ ആംഗിൾ ആകണമെങ്കിൽ എന്താണ് പ്രത്യേകത? നോക്കിക്കേ, നമ്മുടെ ഫിഗറിന്റെ നമ്മുടെ പോളിഗണിന്റെ ഒരു സൈഡും മറ്റൊരു സൈഡ് എക്സ്റ്റെൻഡ് ചെയ്തതും കൂടി വരുമ്പോൾ ഉണ്ടാകുന്ന ആംഗിളിനെയാണ് നമ്മൾ എന്തെന്ന് വിളിക്കുന്നത്? ഔട്ടർ ആംഗിൾ എന്ന് വിളിക്കുന്നത്. ഓക്കെ, ഇങ്ങനെ ഇവിടെ വരുന്ന ആംഗിൾ അങ്ങനെയുള്ള ആംഗിൾ ആണോ? അല്ല അല്ലെ. നമ്മൾ എക്സ്റ്റെൻഡ് ചെയ്ത രണ്ട് സൈഡ് വരുന്നതാണ് ഈ ഒരു ആംഗിൾ എന്ന് പറയുന്നത്. അപ്പൊ ഈ ആംഗിൾ എന്തല്ല? ഔട്ടർ ആംഗിൾ അല്ല. ഓർത്തിരിക്കുക, ഔട്ടർ ആംഗിൾ ആകണമെങ്കിൽ നമുക്കൊരു പോളിഗൺ ഉണ്ട്. ഇപ്പൊ മിസ് ഇവിടെ ട്രയാംഗിളിന്റെ കേസാണ് എടുത്തിരിക്കുന്നത്. ഇതിലെ ഒരു സൈഡ് എക്സ്റ്റെൻഡ് ചെയ്തതും മറ്റേ സൈഡും മറ്റൊരു സൈഡും കൂടി വരുമ്പോൾ ഉണ്ടാകുന്ന ആംഗിളിനെയാണ് നമ്മൾ എന്തെന്ന് വിളിക്കുന്നത്? ഔട്ടർ ആംഗിൾ എന്ന് വിളിക്കുന്നത്. ഓക്കെ, ഇനി നമ്മൾ പറഞ്ഞു ഇവിടെ രണ്ട് ഔട്ടർ ആംഗിൾ ഉണ്ടാകുന്നുണ്ട് അല്ലെ. അപ്പൊ അതുപോലെ തന്നെ നമുക്ക് വേണമെങ്കിൽ നമ്മുടെ AB എക്സ്റ്റെൻഡ് ചെയ്തു. ഇങ്ങനെ എക്സ്റ്റെൻഡ് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് എന്തുണ്ടാവുന്നുണ്ട്? ഇവിടെ ഒരു ഔട്ടർ ആംഗിൾ ഉണ്ടാവുന്നുണ്ട്. അതുപോലെ നമ്മൾ AC യെ ഇങ്ങോട്ടേക്കാണ് എക്സ്റ്റെൻഡ് ചെയ്യുന്നത് വിചാരിക്കുക. അപ്പോഴാണെങ്കിൽ നമുക്ക് എന്ത് കിട്ടും? ഇവിടെയും ഒരു ഔട്ടർ ആംഗിൾ ഉണ്ടാവുന്നുണ്ട്. ആൻഡ് ദിസ് ടു ഔട്ടർ ആംഗിൾസ് ആർ ഈക്വൽ ആണ്. കാരണം എന്താ? ഓപ്പോസിറ്റ് ആംഗിൾ ആയതുകൊണ്ട്. അപ്പോ ഓരോ വേർട്ടെക്സിലും നമുക്ക് എന്ത് കിട്ടുന്നുണ്ട്? രണ്ട് ഔട്ടർ ആംഗിൾസ് വീതം കിട്ടുന്നുണ്ട്. ആൻഡ് these two outer angles are equal. Okay, so നമ്മൾ എന്ത് ചെയ്താൽ മതി? ഒരു ഔട്ടർ ആംഗിൾ മാത്രം എടുത്താൽ മതി. ഓക്കെ, ഒരൊറ്റ ഔട്ടർ ആംഗിൾ മാത്രം നമ്മൾ എടുത്താൽ മതി. കാരണം എന്താണ്? നമുക്ക് രണ്ട് ഔട്ടർ ആംഗിളും ഈക്വൽ ആണ് നമുക്കറിയാം. ഓക്കെ, അപ്പോ മൂന്ന് വേർട്ടിസസ് ഉള്ള ഒരു പോളിഗണിന് എത്ര ഉണ്ടാവും? 3 ഇന്നർ ആംഗിൾസ് ഉണ്ടാവും അല്ലെ. നമ്മളൊരു ട്രയാംഗിൾ എടുക്കുകയാണ്. ഈ ട്രയാംഗിളിന് 3 ഇന്നർ ആംഗിൾസ് ഉണ്ട് നമുക്കറിയാം. ഇതുപോലെ തന്നെ 3 ഔട്ടർ ആംഗിൾസും ഉണ്ട് എന്ന് നമുക്ക് പറയാം. ഓക്കെ, അപ്പോ 3 സൈഡുള്ള ഒരു പോളിഗൺ എടുത്താല് അതിന് 3 ആംഗിൾസും ഉണ്ട്. ഓക്കെ, 3 ഇന്നർ ആംഗിൾസും ഉണ്ട്. അതുപോലെ 3 ഔട്ടർ ആംഗിൾസും ഉണ്ട്. ഓക്കെ, അപ്പോ നമുക്ക് കിട്ടിയത് എന്താണ്? ഒരു വേർട്ടെക്സിൽ തന്നെ 2 ഔട്ടർ ആംഗിൾസ് ഉണ്ടാവുന്നുണ്ട്. ആൻഡ് ദീസ് 2 ഔട്ടർ ആംഗിൾസ് ആർ ഈക്വൽ എന്ന് നമുക്ക് കിട്ടി. അപ്പോ ഒരൊറ്റ ഔട്ടർ ആംഗിളിനെ മാത്രം വെച്ചുകൊണ്ട് വരച്ചിരിക്കുന്ന ഫിഗർ ആണിത്. അപ്പൊ ബിയില് ഒരു ഇന്നർ ആംഗിൾ ഉണ്ട്. അതോടൊപ്പം തന്നെ ബി എന്ന് പറയുന്ന വേർട്ടെക്സിൽ എന്തുണ്ട്? ഒരു ഔട്ടർ ആംഗിളും
ഫോം ചെയ്യുന്നുണ്ട്. ഓക്കെ, ഇന്നർ ആംഗിൾ ഇതാണ്, ഇത് ഔട്ടർ ആംഗിൾ ആണ്. അതുപോലെ സി എന്ന് പറയുന്ന വേർട്ടെക്സ് നമ്മൾ എടുക്കുവാണെങ്കിൽ അവിടെ ഒരു ഇന്നർ ആംഗിൾ ഉണ്ട് ആൻഡ് ഔട്ടർ ആംഗിൾ ഉണ്ട്. അതുപോലെ എ എന്ന് പറയുന്ന വേർട്ടെക്സ് എടുക്കുവാണെങ്കിൽ അവിടെ ഒരു ഇന്നർ ആംഗിൾ ഉണ്ട്, ഔട്ടർ ആംഗിൾ ഉണ്ട്. അപ്പൊ 3 വേർട്ടിസസിന് നമുക്ക് എന്ത് കിട്ടി? ഔട്ടർ ആംഗിളും കിട്ടി, ഇന്നർ ആംഗിളും കിട്ടി. 3 ഇന്നർ ആംഗിളും 3 ഔട്ടർ ആംഗിളും ഉണ്ട് എന്ന് കിട്ടി. ഇപ്പൊ നമ്മൾ നോക്കിയത് എന്താ? ട്രയാങ്കിളിന്റെ കേസ് ആണ് അല്ലെ. ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് ഒരു ക്വാഡ്രിലാറ്ററലിന്റെ കേസാണ്. ഓക്കെ, നോക്കിക്കേ, ഇതാണ് ഒരു ക്വാഡ്രിലാറ്ററൽ അഥവാ ഒരു ചതുർഭുജം എന്ന് പറയുന്നത്. അപ്പൊ നമുക്കറിയാം ഒരു ചതുർഭുജം, ഒരു ക്വാഡ്രിലാറ്ററലിന് എത്ര 4 സൈഡ് ഉണ്ടെന്ന് അറിയാം അല്ലെ. അപ്പൊ 4 സൈഡ് എന്ന് പറയുമ്പോൾ 4 ആംഗിൾസ് ഉണ്ട് അവിടെ. ഓക്കെ, അപ്പൊ 4 ആംഗിൾ ഉണ്ട്. ഓക്കെ, അപ്പൊ ട്രയാങ്കിളിന്റെ കേസിൽ നമ്മൾ പറഞ്ഞു 3 ഇന്നർ ആംഗിൾ ഉണ്ട് എങ്കിൽ 3 ഔട്ടർ ആംഗിളും ഉണ്ടാവും എന്ന് പറഞ്ഞു. ഇനി ക്വാഡ്രിലാറ്ററലിന്റെ കേസിൽ നമുക്ക് ഇതുപോലെ തന്നെ പറയാം. ഇവിടെ ഒരു ഔട്ടർ ആംഗിൾ ഉണ്ട്, ഇവിടെ ഒരു ഔട്ടർ ആംഗിൾ ഫോം ചെയ്യുന്നുണ്ട്, ഇവിടെയും ഒരു ഔട്ടർ ആംഗിൾ ഫോം ചെയ്യുന്നുണ്ട്, ഇവിടെയും ഒരു ഔട്ടർ ആംഗിൾ ഫോം ചെയ്യുന്നുണ്ട്. അപ്പൊ 4 ഇന്നർ ആംഗിൾ ഉണ്ട് എങ്കിൽ 4 ഔട്ടർ ആംഗിളും ഉണ്ടാകും. അപ്പോ ഇന്നർ ആംഗിളിന്റെ നമ്പർ എന്ന് പറയുന്നതും ഔട്ടർ ആംഗിളിന്റെ നമ്പർ എന്ന് പറയുന്നത് എന്തായിരിക്കും? സെയിം ആയിരിക്കും. ഓക്കെ, അപ്പൊ ഇതുപോലെ തന്നെ ഒരു പെന്റഗൺ ആണ് നമ്മൾ എടുത്തിരിക്കുന്നത്, ഒരു പഞ്ചഭുജമാണ് എടുത്തിരിക്കുന്നത്. ഇവിടെയും നമുക്ക് എന്ത് കാണാം? ഇന്നർ ആംഗിൾസും ഔട്ടർ ആംഗിൾസും കാണാം. ഓക്കെ, അപ്പോ 3 സൈഡുള്ള ഒരു പോളിഗണിന് 3 ഇന്നർ ആംഗിളും 3 ഔട്ടർ ആംഗിളും ഉണ്ടാകും. 4 സൈഡുള്ള ഒരു പോളിഗണിന് 4 ഇന്നർ ആംഗിളും 4 ഔട്ടർ ആംഗിളും ഉണ്ടാകും. അതുപോലെ തന്നെ 5 സൈഡുള്ള ഒരു പോളിഗൺ നമ്മൾ എടുക്കുവാണെങ്കിൽ അതിനും 5 ഇന്നർ ആംഗിളും 5 ഔട്ടർ ആംഗിളും ഉണ്ടാകും എന്ന് നമുക്ക് കിട്ടി. ഓക്കെ.